നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും. തൻ കൊടി കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും. തൻ കൊടി കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി. തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി. തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം ത്തിൽ നിന്ന് 11-12 വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും. സ്വിറ്റ്സർലൻഡിൽ പർവ്വതാരോഹണത്തിനായി ചെന്ന ഒരു വനിത ഒരു ആട്ടിടയൻ്റെ ആലയ്ക്ക് സമീപം ചെന്നു. അവിടെ ഇടയൻ ഇരിക്കുന്നതും ആടുകൾ ചുറ്റും കിടക്കുന്നതും കണ്ടു. ഇടയൻ്റെ സമീപം വൈക്കോലിന് മുകളിൽ ഒരു ആട് വേദനപ്പെട്ട് കിടക്കുന്നത് കണ്ട് വനിതയുടെ സൂക്ഷ്മ പരിശോധനയിൽ അതിൻ്റെ കാല് ഒടിഞ്ഞിരിക്കുന്നതായി മനസ്സിലായി. അപകട വിവരം ചോദിച്ചപ്പോൾ ഇടയൻ പറഞ്ഞത്, ഈ ആട് എപ്പോഴും പാറക്കെട്ടുകളിലും ഉന്നത ശൃംഗങ്ങളിലും കയറിപ്പോകും. അതിനാൽ മറ്റുള്ള ആടുകളും വഴിതെറ്റിപ്പോകുന്നു. അത് പതിവായി വന്നതിനാൽ ഞാൻ തന്നെ ഇതിൻ്റെ കാല് ഒടിക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഞാൻ കൊടുക്കുന്ന ആഹാരം കഴിക്കാതെ എന്നെ കടിക്കാൻ വരുമായിരുന്നു. എന്നാൽ സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആഹാരമായി ചെല്ലുമ്പോൾ നക്കുമെന്നും വിളിച്ചാൽ അനുസരിക്കുമെന്നും പറഞ്ഞു. മാത്രമല്ല, ചില ദിവസങ്ങൾക്കുള്ളിൽ സൗഖ്യം പ്രാപിച്ച് നടക്കാൻ തുടങ്ങിയാൽ പാറക്കെട്ടുകൾക്ക് മുകളിൽ പോവുകയില്ലെന്നും അങ്ങനെ മറ്റുള്ള ആടുകൾക്ക് കൂടെ നല്ല മാതൃക കാണിച്ചു കൊടുക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആട്ടിടയൻ വനിതയോട് പറഞ്ഞു. ഇപ്പോൾ ഇത് നല്ല അനുസരണമുള്ളതായി തീർന്നു എന്ന് പറഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ആടുകൾക്ക് ഒരു ഇടയൻ ആവശ്യമാണ്. അതിനെ നിയന്ത്രിച്ച് നടത്തിയില്ലെങ്കിൽ അത് ഏത് സ്ഥാനത്ത് കൂടി കയറും. കാണുന്ന പച്ചിലയൊക്കെയും അത് കടിച്ചു നിന്നു. നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും തിരക്കാറില്ല. അത് പിന്നെ പ്രാണൻ അപകടത്തിൽ വരെ ആകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ മനുഷ്യരും സ്വന്തം വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നമ്മെ നയിക്കുവാൻ ഒരു ഇടയൻ ആവശ്യമാണ്. അതിനാലാണ് ആടുകളെ നോക്കി നടന്ന ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരു ഇടയനറിയാം ആടുകളെ എങ്ങനെ നടത്തണമെന്ന്. പാലസ്തീൻ നാടുകളിൽ 3 രീതിയിലുള്ള ഇടയന്മാരുണ്ട്. ദിവസക്കൂലിക്ക് ആടുകളെ മേയിച്ച് നടക്കുന്നവർ വൈകിട്ട് അവരുടെ കൂലി വാങ്ങി മടങ്ങിപ്പോകും. അവർക്ക് ആടിനെക്കുറിച്ചോ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ വ്യക്തമായ അറിവുണ്ടാകുകയില്ല. രണ്ടാമത്തേത് കോൺട്രാക്റ്റ് ബേസിലുള്ള ആടുകളെ മേയ്ക്കുന്നവരാണ്. അത് ആഴ്ചകളാകാം അല്ലെങ്കിൽ മാസങ്ങളാകാം. മൂന്നാമതായിട്ടുള്ളത് ആടുകളുടെ ഉടയനായ ഇടയൻ. അവർക്ക് മാത്രമേ ആടുകളെക്കുറിച്ച് ഉത്തരവാദിത്വവും അതുപോലെ ഓരോ ആടിൻ്റെ സ്വഭാവ രീതികളും അറിയൂ. അങ്ങനെയുള്ളവരെ നല്ല ഇടയനെന്ന് വിളിക്കാം. അവർ പച്ച പുൽമേടുകളിൽ അന്വേഷിച്ച് ആടുകളെ അവിടേക്ക് നയിക്കും.
സ്വച്ഛമായ ജലാശയത്തിലേക്ക് മാത്രമേ ആടുകളെ കൊണ്ടുപോകാറുള്ളൂ. ഈ നല്ല ഇടയൻ്റെ കയ്യിലാണ് വടിയും കോലും ഉള്ളത്. അനുസരണക്കേട് കാണിക്കുന്ന ആടുകളെ വടി ഉപയോഗിച്ച് അടിച്ച് നേർപാതയിൽ നടത്തും. ഉയരങ്ങളിൽ പച്ചിലകൾ കോൽ ഉപയോഗിച്ച് താഴെ കൊണ്ടുവന്ന് ആടുകൾ കൊടുക്കും. മാത്രമല്ല, ആടുകളുടെ ചെവിയിലും മറ്റ് ഈച്ചകളോ മറ്റ് പ്രാണികളോ പ്രവേശിക്കാതിരിക്കാൻ ആടുകളുടെ തലയിൽ എണ്ണ പുരട്ടും. അങ്ങനെ എല്ലാ നിലയിലും ഉടമസ്ഥനായ ഇടയൻ ആടുകൾക്ക് വേണ്ട പരിചരണവും സുരക്ഷിതത്വവും നൽകും. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ നല്ല ഇടയനായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമുക്ക് പലപ്പോഴും ബാലശിക്ഷയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നതിൻ്റെ കാരണം നാം വഴിതെറ്റി പോകുന്ന ആടുകളെപ്പോലെ ദൈവത്തിൽ നിന്നും അകന്ന് സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുന്ന മൂലമാണ്. ഒരുപക്ഷെ ദൈവം നമ്മെ ശാസിക്കും, അവൻ നമ്മെ ശിക്ഷിക്കും. എങ്കിലും നാം ഓരോരുത്തരും നല്ല പാതയിൽ കൂടെ നടക്കേണ്ടതിനാകുന്നു. നമുക്ക് മുറിവ് വരുത്തിയാലും നാം നല്ല ഇടയനായ യേശു മുറിവൊക്കെയും കെട്ടി സൗഖ്യപ്പെടുത്തും. ആകിയ ദൈവസന്നിധിയിലൂടെ ദൈവവഴിയിലൂടെ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് പിന്തുടരുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.